ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉന്നക്കാടെയൊക്കെ ഒരു ഷേപ്പിലാണ് ഈ സ്നാക്ക് ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. പക്ഷേ ഇത് പഴം കൊണ്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം ഒരു മസാല നമുക്ക് റെഡിയാക്കി എടുക്കണം. ഈ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു മീനിൻ്റെ ഫില്ലിംഗാണ്. അതിനുവേണ്ടി ഒരു 150 ഗ്രാം മീൻ എടുത്തിട്ട് അല്പം മസാല ചേർത്ത് വേവിച്ച് അതിൻ്റെ മുള്ളൊക്കെ മാറ്റി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പീസ് മീൻ മാത്രമേ ഉള്ളൂ ഇത്. ഇപ്പോൾ ഈ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആ മുള്ളൊക്കെ കളഞ്ഞ് പൊടിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീനും മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1 പിടി ചിരകിയ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ ഒന്ന് ചതച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം ചുമ്മാ ചേർക്കുന്നതേ ഉള്ളൂ. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ സ്പൈസി ആയിട്ടുള്ള സ്നാക്കിന് വേണ്ടിയുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് ഇതിൻ്റെ കവറിങ്ങിന് വേണ്ടിയുള്ള മാവ് ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വിടുക. ഞാനിവിടെ 1 ഗ്ലാസ് അരിപ്പൊടിക്കുള്ള മാവാണ് വാട്ടിയെടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇവിടെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഈ വാട്ടിയ മാവിൽ ചേർത്ത് കുഴയ്ക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു 2 അല്ലി ചുവന്നുള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും ഒരല്പം ചെറിയ ജീരകം കൂടി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ മാവിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷമാണ് ഞാനിവിടെ കുഴച്ചെടുക്കാൻ പോകുന്നത്. ഈ 1 ഗ്ലാസ് മാവ് ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോളുകളായിട്ടൊന്ന് എടുത്തിട്ട് കയ്യിൽ അല്പം എണ്ണമയം പുരട്ടിയിട്ട് കയ്യിൽ വെച്ചൊന്ന് അല്പം കട്ടിക്കൊന്ന് പരത്തിയെടുക്കാൻ പോകണം. എന്നിട്ടാണ് അതിൽ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഉന്നക്കാടെയൊക്കെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് മുഴുവൻ ബോളുകളാക്കി എടുത്തിട്ട് ഇതുപോലെ പരത്തി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിവിടെ ഇപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 എണ്ണമാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. 1 ഗ്ലാസ് മാവിൽ നിന്ന് 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റി. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിതൊരു സ്റ്റീമറിലോട്ട് വെക്കുവാണ്. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. പിന്നെ ഇതെല്ലാം നമ്മളൊരു മസാലയിൽ മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ പാത്രത്തിലോട്ടൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിരിയമുളകിൻ്റെ പൊടിയാണ്. പിരിയമുളക് പൊടി ഉപയോഗിക്കുമ്പോൾ ഇതിന് നല്ല ഒരു കളറ് കിട്ടും. പിന്നെ ഇതിലോട്ടൊരു 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു കട്ടിയുള്ള പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മുടെ ഓരോ ഉന്നക്കായും ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കണം. ഈ സമയത്ത് തന്നെ ഞാനിവിടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓരോന്നായിട്ട് മസാല പുരട്ടിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഉന്നക്കയുടെ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനിതിന് ഉന്നക്കയെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിലയിടത്തൊക്കെ ഇതിന് മീൻകായെന്നും പറയാറുണ്ട്. പിന്നെ ഇത് പുഴുങ്ങലരിയിലും ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വറുത്ത അരിപ്പൊടിയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം പുഴുങ്ങലരി വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചും ഈ മീൻകായ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ആ മസാലയൊന്ന് വേകുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ മീനിൻ്റെ ഫില്ലിംഗ് ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ ചെമ്മീൻ്റെ ഫില്ലിംഗ് വെച്ച് ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതല്പം ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. നോമ്പുതുറ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റാണ്. ഇത് ചെറിയ ചൂടോടുകൂടി കഴിച്ചാൽ നല്ല സോഫ്റ്റുമാണ്. ഇങ്ങനെ പൊടി വാട്ടിയെടുത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് അതിൻ്റെ കവറിങ് ഒക്കെ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.